നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തരമന്ത്രി, ഇപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നൊന്നും മാത്രം പറഞ്ഞാൽ പോരാ, ഓണാട്ടുകരക്കാരനാണ്, ഹരിപ്പാടുകാരനാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ ഓണം ഊട്ടുന്ന കരക്കാരാണ്. ഞങ്ങൾ മാവേലിക്കര താലൂക്ക്, കാർത്തികപ്പള്ളി താലൂക്ക്, കരുനാഗപ്പള്ളി താലൂക്ക്, ഇതാണ് ഓണാട്ടുകര. ഇവിടെയാണ് ഓണം ഊട്ടുന്ന കരയാണ്. അത്രമാത്രം കാർഷിക പ്രാധാന്യമുള്ള കരയാണ്. കൃഷിക്കാരാണ് കൂടുതൽ, സാധാരണ കൃഷിക്കാർ, പാവപ്പെട്ടവർ, അവരെല്ലാം കൃഷി ചെയ്ത് ഓണം ജനങ്ങളെ ഊട്ടുന്ന ഒരു പരമ്പരയാണ് പണ്ട് കാലം മുതലേ ഉള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കത് പ്രതീക്ഷ വയ്ക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങളെ ഊട്ടിയിട്ടേ വീടുള്ളൂ, അതിൻ്റെ ഒരു ധ്വനിയും കൂടെ ഉണ്ടല്ലോ. അത് അങ്ങനെ പറയാം. ഓണം നമ്മൾ ആരെയും നിർബന്ധിച്ച് ഊണ് കഴിപ്പിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അവരവരുടെ വീട്ടിലാണ്. എങ്ങനെയാണ് ഓണസദ്യയൊക്കെ ഒരുക്കിയോ? ഒരുക്കി. എന്തൊക്കെ സദ്യ, എന്തൊക്കെ ഉണ്ടാക്കി? ഞങ്ങൾ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് കൂട്ടാനൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അവിയൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. എല്ലാം കൂടെ വെട്ടി മുറിക്കാൻ വേണ്ടി ഇട്ടാൽ മതി. എനിക്കറിയില്ല. നല്ല പണിയാ. അത് വേവുന്നുണ്ടോ നോക്കണം, പിന്നെ തേങ്ങ ചിരകണം, അല്ലേ? ഒത്തിരി പണിയില്ലേ? എന്നോട് തിരിച്ചു വയ്ക്കുന്നത് ഞാൻ പെട്ടു. 2 മക്കളും കൂടെ ഉണ്ട്. എല്ലാവരും ഒരുമിച്ചുള്ള ഓണം കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് ആദ്യം തോന്നുന്നു. കഴിയുന്നത്ര ഉണ്ടാവും, ഒരുമിച്ചുണ്ടാവും, ഓണത്തിനുണ്ടാവും. പക്ഷെ ഇത്തവണ ഏതായാലും എല്ലാവരും ഒരുമിച്ച്, വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരുമിച്ച് ഓണത്ത്. ഇന്നലെ ഞങ്ങളുടെ സിനിമ കാണാൻ പോയി. ഹൃദയം അല്ലേ? ഹൃദയപൂർവ്വം നല്ല സിനിമ. നല്ല പടം, നല്ല സിനിമ. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു പടം, നല്ല സിനിമ. എല്ലാവരും ഒരുമിച്ച് വന്നു എന്നൊരു പ്രത്യേകതയുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു പോസിറ്റിവിറ്റി ഉണ്ട് എല്ലാവരും കൂടെ. ഈ പറയുന്ന പോലെ ആള് മൂകാംബിക ഹോസ്പിറ്റലിലെ റേഡിയോളജിസ്റ്റ് ആണ്, വൈഫ് പത്തോളജിസ്റ്റ് ആണ്. പേര് ശ്രീജ. സെയിം ഹോസ്പിറ്റൽ. അതെ. അപ്പോൾ ഓണം എങ്ങനെയുണ്ട്? അടിപൊളിയായിപ്പോ. പിന്നെ അമ്മായിയപ്പനെ കിട്ടാറുണ്ട് ഓണം ആഘോഷിക്കാൻ എന്നാ പറയണ്ടേ. ഇളയ മകൻ ഡെപ്യൂട്ടി ഡയറക്ടറാണ്, IRS. ഇപ്പോൾ ബാംഗ്ലൂര്, ഇപ്പം മംഗലാപുരം. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? നന്നായി പോകുന്നു. അവിടെ ഓണാഘോഷിച്ചിട്ടാണ് അങ്ങോട്ട് വന്നത്? അതെ. ഓഫീസിലൊക്കെ ആഘോഷിച്ച് തന്നെ അതിനുശേഷം. എങ്ങനെ വൈഫ് എങ്ങനെ എന്ത് ചെയ്യാ? ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഓണം ആഘോഷിക്കുന്നത് ഇപ്പോൾ കുടുംബത്തിൽ ഇത് ആദ്യത്തെ ഓണമാണോ? അല്ലല്ല, ഇത് മൂന്നാമത്തെ ഓണം. വേറൊരാൾ കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. നമ്മൾ മൂത്തവരെല്ലാവരെയും കാണുമ്പോൾ ഒരു ചുണക്കുട്ടനുണ്ട്. പേരെന്താ? ബാക്കിയും കൂടെ. രോഹൻ ചെന്നിത്തല. പാട്ട് പാടില്ലേ? എന്നെ കളിക്കാനൊക്കെ വിളിച്ചിരുന്നു വന്ന ഉടനെ. പായസം കുടിച്ചു, ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഏത് പാട്ടാ പാടാൻ പോകുന്നേ? പാട്ട് പാടാനൊന്നും ഒരു മടിയില്ല. എന്തായാലും രാഷ്ട്രീയക്കാരൻ്റെ കുടുംബത്തിൽ പറഞ്ഞതുകൊണ്ട് ക്യാമറയ്ക്കൊന്നും ഒരു മടിയില്ല എന്ന് മനസ്സിലായി. അല്ല, ഇങ്ങനെ ഓണം ആഘോഷിച്ചാൽ മതിയോ? നമുക്ക് ക്ലിഫ് ഹൗസിലൊക്കെ ഓണം ആഘോഷിക്കുന്നത്. അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. ഇപ്പത്തെ ഇവിടെയാണ്, നമ്മുടെ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത്. ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് ഇവിടെ തന്നെയാണ് ഓണം ആഘോഷിച്ചത്. അമ്മയ്ക്ക് 90 വയസ്സോളമായി. അപ്പം അമ്മ ഉള്ളപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അമ്മ സഹോദരിയുടെ കൂടെയാണ്. നമ്മൾ ഇഞ്ചക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. ഉച്ച കഴിഞ്ഞാൽ പോകും. ഉച്ച കഴിഞ്ഞ് നബിദിനമാണ്. അപ്പം നബിദിനമായതുകൊണ്ട് കരുനാഗപ്പള്ളിയിലും ഹരിപ്പാടും ഒക്കെ നിരവധി നബിദിനാഘോഷ പരിപാടിയുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഊണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോകും. ഈ കഴിഞ്ഞ ഉത്രാട ദിവസം ആശമാർക്കൊപ്പമായിരുന്നു ഓണസദ്യ. അപ്പോൾ ഈ ദിവസങ്ങളിലും പോരാട്ടം നിലയ്ക്കുന്നില്ല, പോരാട്ടം അങ്ങ് തുടരുകയാണ്. തീർച്ചയായിട്ടും ഓണം എന്ന് പറയുന്നത് തന്നെ ഒരു പോരാട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ഉണ്ടാകുന്ന മിത്തോ എന്തുവാകാം, അത് നമ്മളെല്ലാവരും ഓർമ്മപ്പെടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഈ മറക്കാനാകാത്ത എന്തെങ്കിലും ഓണാഘോഷം എന്തെങ്കിലും ഉണ്ടോ? അല്ല, മറക്കാനാവാത്ത ഒത്തിരി ഓണാനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ കോട്ടയത്ത് MP ആയിരിക്കുമ്പോഴും ഇവിടെ അന്ന് നമ്മൾ KR നാരായണൻ ഞങ്ങളെല്ലാവരും ഓണത്തിന് വന്ന് രാഷ്ട്രപതി ഭവനിൽ ഓണം ഉണ്ണുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ KR നാരായണൻ രാഷ്ട്രപതി ആയപ്പോഴാണ് അദ്ദേഹം വൈസ് പ്രസിഡൻ്റ് ആയപ്പോഴും ഡൽഹിയിലുള്ള മലയാളികളെ മുഴുവൻ വിളിച്ച്, പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിച്ചത് ഓണം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുടുംബസമേതം ഓണം ഉണ്ണാൻ പോയിട്ടുണ്ട്. അതൊരു മറക്കാനാവാത്ത അനുഭവമാണ്. KR നാരായണൻ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധയുണ്ടായിരുന്ന ഒരാളാണ്. എല്ലാവരെയും വിളിച്ച് ഓണം നൽകുക, ഓണ സദ്യ നൽകുക എന്നുള്ളത്.
ഈ പണ്ട് ഹിന്ദി അധ്യാപകനും കൂടിയായിരുന്നു. അപ്പൊ ഇന്ന് അധ്യാപക ദിനം കൂടിയാണ്. അപ്പൊ ഞങ്ങൾ അതും കൂടെ നേരെയാണ്. ഓണാശംസയ്ക്കൊപ്പം നബിദിനാശംസയ്ക്കൊപ്പം ആ ഒരു പഴയ അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും അധ്യാപകനാണ്. അധ്യാപകന് തന്നെ അധ്യാപക കുടുംബമാണ്. അച്ഛൻ അധ്യാപകനായിരുന്നു, അപ്പച്ചി അധ്യാപികയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുടുംബം തന്നെ അച്ഛൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു. അപ്പോൾ ആ കുടുംബം തന്നെ അധ്യാപക പാരമ്പര്യമുള്ള കുടുംബമാണ്. ഞാൻ ഈ SLC BA കഴിഞ്ഞിട്ട് LLBക്ക് പോകാൻ ഒരു 3-4 മാസം അവധി ഉണ്ടായിരുന്നു. ആ സമയത്താണ് 1-2 ഹിന്ദി പഠിപ്പിച്ചത്. അതൊരു വെറുതെ നിൽക്കുന്ന സമയമായതുകൊണ്ട് പഠിപ്പിച്ചതാണ്. പിന്നീട് അത് തുടർന്നുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. പിള്ളേരൊക്കെ കണ്ടാൽ തിരിച്ചറിയോ ഇപ്പോ ഈ ഗുരുവിനെ കണ്ടാൽ തിരിച്ചറിയോ? തീർച്ചയായിട്ടും അവരൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത് ചെറിയൊരു കാലഘട്ടമായിരുന്നു, ഒരു 3-4 മാസം. അല്ല, ഇന്നിപ്പോ അക്ഷരം കുറിക്കാൻ ആദ്യാക്ഷരം കുറിക്കാനൊക്കെ എത്തി ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ. അതെ നമ്മുടെ സുജിത് കുറുപ്പ് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നല്ലോ, സെനറ്റ് മെമ്പറായിരുന്നു. വെഞ്ഞാറമൂട്ടിൽ നിന്ന് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് മകൾ ആദ്യാക്ഷരം എഴുതിക്കാൻ വന്നു. ഞാൻ ആ അക്ഷരം എഴുതിപ്പിച്ചു. അത് സന്തോഷകരമായിട്ടാണ് അവർ പോയത്. ഇനി ഓണം ഈ പറയുന്ന പോലെ വേറെ എന്തെങ്കിലും പുറത്തു പോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ഓണസദ്യയിൽ ഓണസദ്യ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകണം. കാരണം ഈ നബിദിനവും മറ്റ് ഒരുപാട് മണ്ഡലത്തിലെ പരിപാടികളാണ്. അപ്പം അതിന് ഇവരെല്ലാം അല്ല, എന്താ പരിപാടി? ഉച്ചയ്ക്ക് ശേഷം എന്താ പരിപാടി? ഉച്ചയ്ക്ക് ശേഷം എന്താ പരിപാടി? ശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. രാത്രി ഒരു ഫിലിമിന് പോകാന്ന് പിള്ളേർ പറയണം. ഏത് ഫിലിമാ? എല്ലാരും ഒരുമിച്ച് സംശയമില്ല. ഇന്നലെ ഹൃദയപൂർവ്വം കണ്ടു, ഇന്ന് അടുത്ത സിനിമ. അപ്പൊ നിങ്ങളൊക്കെ എന്നാ തിരിച്ചു പോകുന്നേ? നിങ്ങൾ ഇവിടെ തന്നെയല്ലേ? നിങ്ങൾ ഞായറാഴ്ച തിരിച്ചു പോകും. അപ്പൊ അതുവരെ ഇനിയിപ്പം ഇവിടെ ആയിട്ട് എന്തെങ്കിലും ഓണസദ്യ ആയിട്ട് വരും ദിവസങ്ങളിലുണ്ടോ? അതോ ഇന്നൊരു ദിവസം മാത്രമേ? ചേട്ടൻ ഇവിടെ ഉണ്ടല്ലേ, ഞങ്ങളിങ്ങനെ ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ കിട്ടാറുണ്ടോ? അതോ ഈ പറയുന്ന പോലെ ഉള്ളോ ഞാൻ ഒന്ന് കണ്ടിട്ട് പോകും അങ്ങനെയാണോ? അല്ല നിൽക്കാൻ നോക്കാറുണ്ട്. പക്ഷേ പല ദിവസവും കാണാറില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും. തിരക്ക് കൂടിയോ? കൊച്ചുമോനായപ്പോ ഓടി വരും കേട്ടോ. അവനെ ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരു ധ്വനിയുണ്ട്. എന്നെ വലിയ കാര്യമല്ല, കൊച്ചുമോനുള്ളത് കൊണ്ട് എന്നുള്ളത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, നമ്മുടെ ഡെസ്ക് ടീമിന് വേണ്ടി, നമ്മുടെ മൊത്തം ടീമിന് വേണ്ടി നമ്മുടെ ഓണാശംസ രമേശ് ചെന്നിത്തലയ്ക്കും കുടുംബത്തിനും ഒന്നും കൂടെ നേരുകയാണ്. ഓണാശംസ മാത്രമല്ല, നബിദിനാശംസ, ഒപ്പം തന്നെ അധ്യാപക ദിനാശംസ. അപ്പോൾ അടിച്ചു പൊളിക്ക്. അപ്പോൾ ഒരു ഹാപ്പി ഓണം പറയാം. എവിടെ ഊണ് കഴിക്കാൻ പോകുന്നില്ല? അമ്മ കാത്തിരിക്കില്ലേ ഇവിടെ? ഞങ്ങൾക്ക് ഡ്യൂട്ടിയാണ് പ്രധാനം. ഓണാശംസ പറയണം കേട്ടോ. ഓണാശംസ പറഞ്ഞേ. പറ. ഹാപ്പി ഓണം. അപ്പൊ എല്ലാവർക്കും ഒരു ഓണാശംസ പറഞ്ഞല്ലോ നമുക്ക്. അപ്പൊ റെഡിയല്ലേ? ഹാപ്പി ഓണം. അപ്പൊ ശരി, ഹാപ്പി ഓണം.